കേരളത്തിൻ്റെ പഴയ കാവുകളിലും തെയ്യങ്ങളുടെ കഥകളിലും ഇന്നും ഭയത്തോടെയും വിശ്വാസത്തോടെയും പറയുന്നൊരു പേരുണ്ട്, വിഷ്ണുമായ. പക്ഷേ ചിലർ അവനെ മറ്റൊരു പേരിൽ വിളിക്കും, ചാത്തൻ. കേരള ഫോൾക്ലോർ പ്രകാരം വിഷ്ണുമായ ഒരു സാധാരണ ആത്മാവല്ല, ഒരു ദൈവീക ശക്തി. പക്ഷേ ആ ശക്തിയുടെ സ്വഭാവം മറ്റെല്ലാ ദൈവങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അവൻ കളിയൻ, പരീക്ഷിക്കുന്നവൻ, ചിലപ്പോൾ രക്ഷകൻ, ചിലപ്പോൾ ശിക്ഷകൻ. അതുകൊണ്ടാണ് പഴയ ആളുകൾ പറയുന്നത്, ചാത്തനെ കളിയാക്കരുത്. വടക്കൻ കേരളത്തിലെ ചില പഴയ കഥകളിൽ ഒരു സംഭവം ഇന്നും ആളുകൾ പതുക്കെ മാത്രം പറയാറുണ്ട്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപ് മലബാറിലെ ഒരു ചെറിയ ഗ്രാമം. ഗ്രാമത്തിൻ്റെ അതിരിൽ ഒരു പഴയ കാവ്. ആ കാവിലേക്ക് രാത്രി സമയത്ത് ആരും പോകാറില്ലായിരുന്നു. കാരണം അവിടെ രാത്രിയിൽ ചെറിയ കാലടി ശബ്ദം കേൾക്കുമെന്നാണ് വിശ്വാസം. ടപ്പ് ടപ്പ് ടപ്പ്. ഗ്രാമത്തിലെ മുതിർന്നവർ പറയുമായിരുന്നു, അത് ചാത്തൻ്റെ നടപ്പാണ്. ആ ഗ്രാമത്തിൽ ഗോവിന്ദൻ എന്നൊരു യുവാവുണ്ടായിരുന്നു. അവന് ഇത്തരം കഥകളിൽ വിശ്വാസമില്ല. ഒരു ദിവസം കൂട്ടുകാരുടെ മുന്നിൽ അവൻ ചിരിച്ചു പറഞ്ഞു, ചാത്തനുണ്ടെങ്കിൽ ഇന്നേന്ന് ഞാൻ കാണാം. ആ രാത്രി അമാവാസി, കാറ്റുപോലുമില്ലാത്ത നിശബ്ദം. ഗോവിന്ദൻ ഒറ്റയ്ക്ക് കാവിലേക്ക് നടന്നു, കയ്യിൽ ഒരു എണ്ണവിളക്ക് മാത്രം. കാവിൻ്റെ മുന്നിലെത്തിയപ്പോൾ പെട്ടെന്ന് കാറ്റ് വീശാൻ തുടങ്ങി. വിളക്കിൻ്റെ തീ കുലുങ്ങി. അപ്പോൾ അവൻ കേട്ടു, ടപ്പ് ടപ്പ് ടപ്പ്, ചെറിയ കാലുകൾ മണ്ണിലൂടെ ഓടുന്ന ശബ്ദം. അവൻ പിന്നിലേക്ക് നോക്കി, ആരുമില്ല. പക്ഷേ ശബ്ദം അടുത്തേക്ക് വരുന്നു. ടപ്പ് ടപ്പ് ടപ്പ്. ഗോവിന്ദൻ പതുക്കെ കാവിനകത്തേക്ക് നോക്കി. ഇരുട്ടു മാത്രം. അവൻ്റെ പിന്നിൽ ഒരു കുഞ്ഞിൻ്റെ ചിരി. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരുമില്ല. പക്ഷെ മണ്ണിൽ ചെറിയ കാലടികൾ, അവൻ്റെ മുന്നിൽ വെച്ച് പുതുതായി പതിഞ്ഞതുപോലെ. അവൻ ഭയന്ന് തിരിഞ്ഞോടാൻ ശ്രമിച്ചു. പക്ഷേ കാവിൻ്റെ പുറത്തേക്കുള്ള വഴി കാണുന്നില്ല. എവിടെയും ഇരുട്ടു മാത്രം. അപ്പോൾ ഒരു ശബ്ദം കേട്ടുവെന്നാണ് പറയുന്നത്, വളരെ ചെറുതായി. ഇപ്പോൾ വിശ്വാസമായോ? ഗോവിന്ദൻ നിലവിളിച്ചോടി. പിറ്റേന്ന് രാവിലെ ഗ്രാമക്കാർ അവനെ കാവിനു പുറത്ത് കണ്ടു, ജീവനോടെ. പക്ഷേ അവനൊരിക്കലും പഴയ പോലെ സംസാരിച്ചില്ല. ആ രാത്രി എന്ത് കണ്ടു എന്ന് ആരോടും പറഞ്ഞില്ല. പക്ഷേ മരിക്കുന്നതുവരെ അവൻ രാത്രി സമയത്തൊരു കാര്യം മാത്രം പറയുമായിരുന്നു, ചിരി കേട്ടാൽ തിരിഞ്ഞു നോക്കരുത്. കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിലും കാവുകളിലും ഇന്നും വിഷ്ണുമായയ്ക്ക് പ്രത്യേക പൂജകൾ നടക്കുന്നു, പ്രത്യേകിച്ച് മലബാർ ഭാഗങ്ങളിൽ. അവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത് വിഷ്ണുമായയെ ആദരിച്ചാൽ സംരക്ഷണം ലഭിക്കും, പക്ഷേ അവനെ അപമാനിച്ചാൽ ജീവിതത്തിൽ ദുരന്തങ്ങൾ തുടങ്ങും. പഴയ കാലത്ത് ചില മന്ത്രവാദികൾ ചാത്തൻ സേവ ചെയ്തിരുന്നുവെന്നാണ് കഥകൾ പറയുന്നത്. പക്ഷേ അത് സാത്താൻ ആരാധന പോലുള്ളതല്ല, കേരളത്തിൻ്റെ സ്വന്തം ഫോൾക്ലോർ റിച്വൽ. അവരുടെ വിശ്വാസമനുസരിച്ച് വിഷ്ണുമായയുടെ ശക്തിയെ പ്രീതിപ്പെടുത്താനുള്ള ചടങ്ങുകൾ. പക്ഷേ ഇതിനെ ചുറ്റിപ്പറ്റി അനവധി ഭീകര കഥകൾ ഇന്നും നിലനിൽക്കുന്നു. രാത്രിയിൽ കേൾക്കുന്ന ചിരി, കാലിയായ മുറിയിൽ ഫുട് സ്റ്റെപ്സ്, സ്വയം നീങ്ങുന്ന വസ്തുക്കൾ. ഇതെല്ലാം ആളുകൾ ചാത്തൻ്റെ കളി എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇന്നും കേരളത്തിലെ ചില പഴയ കാവുകളിൽ രാത്രി ഒറ്റയ്ക്ക് പോകാൻ ആളുകൾ ഭയപ്പെടുന്നു. കാരണം അവിടെ ഇപ്പോഴും അവൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വാസം. അത് വെറും കഥയാണോ? അതോ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു പഴയ ശക്തിയുടെ ഓർമ്മയോ? കേരളത്തിൻ്റെ ഇരുണ്ടിരുണ്ട ഫോൾക്ലോർകളിൽ ഇന്നും മായാതെ നിലനിൽക്കുന്നൊരു പേരാണ് വിഷ്ണുമായ, അഥവാ ചാത്തൻ.